ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് മോൻ്റെ 90ൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പുട്ടും കടലക്കറിയും പിന്നെ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കടയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. സഞ്ജി അപ്പോൾ ഇന്ന് അമ്മമ്മയും മാമനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് കേട്ടോ ഞങ്ങൾ പോണത്. അവൾക്ക് കടയിലൊക്കെ പോകാൻ ഇഷ്ടമാണ്. അത് കാരണം അവൾ സഞ്ചിയൊക്കെ പിടിച്ചിട്ട് പോവുകയാണേ. എന്താ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ലിസ്റ്റൊക്കെ എഴുതിയിട്ടോ പോയിട്ടുള്ളത്. ഒന്നും മറക്കാതെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന ഉടനെ തന്നെ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യലായിരുന്നു കേട്ടോ എൻ്റെ ഒരു ജോലി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നമ്മൾ തന്നെയാണ് കേട്ടോ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം രാവിലെ തന്നെ ചേട്ടൻ അതിൻ്റെ ഐറ്റംസൊക്കെ എടുക്കാനായിട്ട് പോയിരിക്കാം. ഒരുപാട് കാര്യത്തിന് ഓടാനുണ്ട് ചേട്ടന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാൻ. കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ മേൽനോട്ടത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അമ്മയുടെ മേൽനോട്ടത്തിലായിരുന്നു. അമ്മയാണ് ഫുഡിൻ്റെ ആൾ. ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ തലേ ദിവസത്തേക്കായിട്ട്. അപ്പോൾ ഞാനതിനിടയിൽ ക്ലീനിങ് പരിപാടിയിലായിരുന്നു കേട്ടോ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യലും കാര്യങ്ങളായിരുന്നു എനിക്കുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തു. എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ എത്തി കേട്ടോ. ചേട്ടൻ എത്തിയ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ചേട്ടനും ഞാനും എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ക്ലീനിങ് പരിപാടിയായിരുന്നു. ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഫെജിന്ന് കേട്ടോ വാങ്ങിച്ചത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ടൈമിൽ മോളും എൻ്റെ അമ്മയും കൂടി ആട്ടോ കൊച്ചിനെയൊക്കെ നോക്കിയത്. ക്ലീനിങ് പരിപാടി ഫുള്ള് കഴിഞ്ഞ് പിന്നെ അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടോ. ഈവൻറ്റ് മാനേജ്മെൻറ്റുകാർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നില്ലേ ഓരോ ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതിന് പൈസ കൊടുക്കണതിൽ നഷ്ടമില്ല എന്നാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. വലിയ കാര്യമായിട്ടുള്ള ഡെക്കറേഷനൊന്നും ഇല്ലെങ്കിലും ഇതിനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ടൈമും വേണ്ടി വന്നു. ഒരുപാട് വേർത്ത് കുളിക്കുകയും ചെയ്തു. കാരണം നമുക്ക് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒന്നിച്ച് ചുരുണ്ട് പിടിക്കും. അത് കാരണം ഞങ്ങൾ ഫാനൊന്നും ഇടാണ്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നെയിമിങ് സെറമണിയുടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റാക്കി വന്നപ്പോഴേക്കും കുറച്ച് ടൈം എടുത്തു. ഞാൻ പെട്ടെന്ന് കോർക്കാൻ പറ്റുന്നവർക്ക് കോർത്തെടുക്കാം. പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അമ്മായി എല്ലാവരും കളിയാക്കുമായിരുന്നു കേട്ടോ എന്നെ. അങ്ങനെ ഞാനും ചേട്ടനും കൂടി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ബലൂൺസ് കൂടി അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോഴേക്കും എല്ലാവരും സംസാരിച്ചിരിക്കുകയായിരുന്നു. ഈ ഇരിക്കുന്നത് എൻ്റെ അമ്മമ്മയാണ് കേട്ടോ, ഏറ്റവും അറ്റത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ മാമനും അമ്മയും പിന്നെ എൻ്റെ 2 മക്കളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള ബലൂൺസൊക്കെ ഒന്ന് വീർപ്പിക്കാമെന്ന് വെച്ചു. എന്ത് ജോലി ചെയ്താലും മോൾക്കത് സഹായിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ വരും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാനായിട്ട്. മാമനാണെങ്കിൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മമ്മയാണെങ്കിൽ ഉണ്ണിക്ക് പാട്ടൊക്കെ പാടി കൊടുക്കുകയാണ് കേട്ടോ. പഴയ കാലത്തെ പാട്ടുകളൊക്കെയാണ് പാടി കൊടുക്കുന്നത്. അവനാണെങ്കിൽ മലയാളം പാട്ട് അല്ലെങ്കിൽ നല്ലൊരു ട്യൂണുള്ള ഏത് പാട്ട് പാടിയാലും അവനായാലും ഭയങ്കര സന്തോഷമാണ്. അതിപ്പോൾ എന്ത് തരം പാട്ടായാലും അവനിഷ്ടമാണ്. പക്ഷേ മെലഡി ആയിരിക്കണം എന്ന് മാത്രം. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ മോളൊക്കെ ജനിച്ച സമയത്ത് മോൾക്ക് ഏറ്റവും കൂടുതൽ ഈ എന്താ പറയുക ഈ അടിച്ചുപൊളി പാട്ടില്ലേ അതൊക്കെയായിരുന്നു മോൾക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി പിറ്റേ ദിവസമാണേ മോളുടെ കുട്ടിയുടെ 90ന് ഒരു പ്രത്യേക വീഡിയോ ആണ്. ഫാമിലി വീഡിയോസ് ആണ്. ഇപ്പോൾ കേട്ടത് അച്ഛൻ്റെ വോയിസ് ഓവറാണ്. അങ്ങനെ പിറ്റേ ദിവസം ചടങ്ങൊക്കെ ആരംഭിച്ചു കേട്ടോ. 11 to 12 കേട്ടോ നമ്മുടെ ടൈം വരുന്നത്. നിലത്ത് പായ വിരിച്ച് സെറ്റ് മുണ്ട് വിരിച്ച് അതിലാണ് കേട്ടോ നമ്മളിരിക്കുക. പിന്നെ നമുക്ക് വാഴയിലയിൽ വെറ്റില, അടയ്ക്ക, കരിവേള, കൺമഷി പിന്നെ അവനിടാനുള്ള ഓർണമെൻറ്റ്സൊക്കെ വയ്ക്കാം. പിന്നെ വിളക്കും കത്തിച്ചിട്ട് നമുക്ക് ചടങ്ങ് ചെയ്യാം കേട്ടോ. ഹാപ്പി ടു യു നമ്മുടെ കേട്ടോ പിടിച്ചു
പേര് വിളിക്ക് ശേഷം ഗിഫ്റ്റ് കൊടുക്കണ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും കൂടിയാണ് കേട്ടോ ആദ്യം ഗിഫ്റ്റ് കൊടുക്കാൻ വന്നത്. അപ്പോൾ മോനും കൊടുത്തു, അതിനുശേഷം മോൾക്കും കൊടുത്തു കേട്ടോ. അത് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ തളയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ അനിയൻ മാലയും ഇട്ട് കൊടുത്തു. കൃദേവ് എന്ന് പേരിടാൻ കാരണം ഞങ്ങളുടെ 3 പേരുടെയും അക്ഷരങ്ങളുണ്ട് കേട്ടോ. എൻ്റെ മോളുടെ പേര് കൃതിക എന്നും എൻ്റെ പേര് ആദിത്യ എന്നും ചേട്ടൻ്റെ പേര് വിനോദ് എന്നാണ്. അപ്പോൾ 3 പേരും ചേർന്നതായിട്ട് അവനൊരു പേരിട്ടു. അപ്പോൾ ചേട്ടൻ്റെ സെലക്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. വിച്ചൂട്ടെന്ന് വിളിക്കാമെന്ന് എൻ്റെ അമ്മയാണ് കേട്ടോ പറഞ്ഞത്. മോളേനെ ചുച്ചു എന്നാണ് വിളിക്കുന്നത്. അമ്മ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചിരിയായിരുന്നു കേട്ടോ അവൻ. വീഡിയോ എടുക്കണ ഇടയിലാണ് അച്ഛൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ. ഫോട്ടോ എടുക്കണ്ടായില്ലേ? അമ്മമ്മ മോതിരാണ് കേട്ടോ മോനിട്ട് കൊടുത്തത്. മോൾക്ക് തലേ ദിവസം തന്നെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളാണല്ലോ ആദ്യത്തെ കുട്ടി. അപ്പോൾ അവൾക്കൊരു സങ്കടം വേണ്ടാന്നാണ് കേട്ടോ വന്നവരൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. ഫാനൊന്നും ഇടാൻ പറ്റാത്ത കാരണം പിന്നെ ലൈറ്റിൻ്റെ അത്രയും ചൂടും കാരണം നന്നായിട്ട് വേർക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ. അങ്ങനെ ഓരോരുത്തരും വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ മോന്. ഇത് ചേട്ടൻ്റെ വല്യച്ഛനാണ്. ഇത് ചെറിയച്ഛനും ചെറിയമ്മയും മോനുമാണ് കേട്ടോ. ഒരു മോളും കൂടി ഉണ്ട്, ആൾ വന്നിട്ടില്ല. ഇത് ചെറിയമ്മയാണ്. ഇത് വല്യച്ഛൻ്റെ മോനും മോളും. ഇത് വേറൊരു വല്യച്ഛനും വല്യമ്മയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു ഫങ്ഷന്. ഇത് ചേട്ടന്മാർ. ഇത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിമാർ പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. ഈ ചേച്ചീനെ എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ ഇത് ചേട്ടന്മാരാണ്. ഇത് ഞങ്ങളുടെ ഹൗസ് ഓണർ ചേച്ചിയാണ് കേട്ടോ. പിന്നെ ചേട്ടൻ്റെ ഏട്ടൻ മോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടനൊരു മോനാണ് കേട്ടോ ഉള്ളത്. എൻ്റെ മോളേങ്കാട്ടിലെ ഇളയതാണ്. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ ഫാമിലി. അമ്മയും ഏട്ടത്തെയും ഏട്ടനാണ് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ. അത് ചേച്ചി അനിയനും കൂടി ടൈം ആവുന്നതിന് മുന്നേ തന്നെ വെട്ടി തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തമാശകളാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കണത്. മോന് ഇതൊന്നും അറിയാണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ കുറച്ച് ടൈമൊക്കെ ആയപ്പോഴേക്കും അവൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ ചേട്ടൻ മോനെ കൊണ്ട് കടത്തി. പിന്നെ ഫുഡിൻ്റെ പരിപാടികളായിരുന്നു കേട്ടോ. നമ്മൾ കാറ്ററിംഗ് ഏൽപ്പിച്ചിരിക്കുന്നത് നെല്ലങ്കരയിലെ ബാബു പറഞ്ഞ ചേട്ടനെയാണ് കേട്ടോ. ആളുടെ ഫുഡ് അടിപൊളിയായിരുന്നു. 35 പേർക്ക് ഏൽപ്പിച്ച ഫുഡാണെങ്കിൽ 45 പേർക്കുള്ള ഫുഡ് നമുക്കുണ്ടായിരുന്നു കേട്ടോ. മറ്റുള്ള കാറ്ററിംഗുകാരെ അപേക്ഷിച്ച് ഇവിടെ റേറ്റ് കുറവായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ റേറ്റ് കുറവാണെങ്കിലും ക്വാണ്ടിറ്റി ബേസും ക്വാളിറ്റി ബേസും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല. പരിപാടികളൊക്കെ കഴിഞ്ഞ് ബലൂൺസൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്ത് അൺബോക്സിങ് പരിപാടിയാണ് കേട്ടോ. അൺബോക്സിങ് വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും. അങ്ങനെ രാത്രിയൊക്കെ ആയി, എല്ലാവരും ഫ്രീ ആയ ശേഷം അമ്മുമ്മ മോന് പാട്ട് പാടി കൊടുക്കുകയാണ് കേട്ടോ. അമ്മൂമ്മയുടെ പാട്ടും കഥകളൊക്കെ കേട്ടാട്ടോ ഞങ്ങളും വളർന്നത്. ഇപ്പോൾ എൻ്റെ മക്കൾക്കും ആ ഭാഗ്യം ഉണ്ടായി. ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മൂമ്മയുടെ കഥയും പാട്ടൊക്കെ. അമ്മൂമ്മ വന്നു കഴിഞ്ഞ് ഞങ്ങളും കേട്ടിരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച ശേഷം അമ്മൂമ്മ കൊടുന്ന നെയ്പ്പായസമാണ് കേട്ടോ അമ്പലത്തിൽ. അതൊക്കെ കഴിച്ചു. പിന്നെ പിറ്റേ ദിവസം ചേട്ടൻ്റെ സാറ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഗിഫ്റ്റൊക്കെ. മോനും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളൊരു ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം പരിപാടിക്ക് വരാൻ പറ്റിയില്ല. ആൾ മുൻകൂട്ടി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പേഷ്യൻസിൻ്റെയും ജീവൻ ഡോക്ടർമാരുടെ കയ്യിലല്ലേ. അപ്പോൾ നമുക്ക് ഫംഗ്ഷനേക്കാളും പ്രധാനമാണ് കേട്ടോ ഓരോ പേഷ്യൻസിൻ്റെയും ജീവൻ. അങ്ങനെ ഡോക്ടറൊക്കെ പോയിട്ടോ. പിന്നെ അമ്മൂമ്മയും മാമനും എല്ലാവരും തിരിച്ചു പോവാണ്.
കുട്ടിക്കാലത്തൊക്കെ അമ്മമ്മ വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാനായിരുന്നു കരഞ്ഞിരുന്നത്. ഇപ്പം എൻ്റെ മോളാണ് കേട്ടോ കരയണത്. ഇത്രയൊക്കെ വലുതായാലും അമ്മമ്മ പോകുമ്പോൾ എനിക്കിപ്പോഴും സങ്കടമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.